hier. Setz dich gut. Setz dich voll. ചേട്ടാ ഇവിടുന്ന് നോക്കുമ്പോ ബ്രേക്ക് അതാട്ടോ. എന്റെ ഓ ഗാഡ്, ശരിക്കും ഓടിക്കും. So, let's welcome കണ്ണൻ. ഹായ് കണ്ണാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആദ്യമായിട്ടാണ് ഒരു പൈലറ്റിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അയ്യോ, ഒരു പൈലറ്റ് നടന്നു വന്നുണ്ടോ? പാവം കേട്ടോ. ചെറിയ പയ്യൻ. ആകാശത്തോടെ ഫ്ലൈറ്റിന് എടുത്തിട്ട് S8H കൊടുക്കുന്നവരാണ്. എത്ര വയസ്സുണ്ട് ശരിക്കും കണ്ണാ? 17. അയ്യോളോ, 17 വയസ്സെന്ന് പറയുമ്പോ +2 പഠിക്കുന്ന പ്രായം. ആ സമയത്ത് 6 ഇതൊക്കെ ഉരുട്ടി കളിക്കുന്നത്. അപ്പൊ ഇയാൾ +2 എപ്പോ കഴിഞ്ഞു? +2 17 തുടങ്ങുമ്പോ കഴിഞ്ഞു. പിന്നെ ഇതെങ്ങനെ കറക്റ്റ് ഒറ്റയടിക്കത് പോയി? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതിന്റെ ആ ജേണി ആ ടെക്നോളജി സംഭവം ഒന്ന് മനസ്സിലാവുന്ന പറഞ്ഞുതരും എങ്ങനെയാ? അല്ല, ഞാൻ അതായത് ഇപ്പോ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഗ്രൗണ്ട് ക്ലാസ് ഇപ്പൊ 3 months ഞാൻ തൃശ്ശൂരില് റയാൻ എയറിൽ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ അവിടെ ഞാനും ക്യാപ്റ്റൻ വികാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ക്യാപ്റ്റനായിട്ട് സംസാരിച്ച് അപ്പോ ഈ യങ്ങസ്റ്റ് പൈലറ്റ് ഇൻ ഫ്ലൈയിങ് ഇൻ തുനീഷ്യൻ എയർ സ്പേസിനെ പറ്റി സംസാരം വന്ന്, അപ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു യങ്ങസ്റ്റ് പൈലറ്റ് ആവണമെന്ന്. അത് ആഗ്രഹമായി, പിന്നെ അത് ക്യാപ്റ്റന് അതൊരു വാശിയായി മാറി. പിന്നെ ക്യാപ്റ്റൻ എന്നെ കയ്യിൽ പിടിച്ച് തുനീഷ്യ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്തിട്ടാ ഞങ്ങൾ തിരിച്ചു വന്നേ. അടിപൊളി. സാധാരണ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് ഈ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോ? നോർമലി പൈലറ്റ്സ് വരുന്നുണ്ട്, ബട്ട് എല്ലാവരും ഈ കോളേജ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് പോവും. ഞാൻ ഡയറക്റ്റ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പൊ ഇതിന് ഈ കോഴ്സിന് അപ്പോ ഒരു ഡിഗ്രി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല? ഇല്ല, +2 ഫിസിക്സ് ആൻഡ് മാത്സ് വേണം. ഓക്കെ. ഈ കുഞ്ഞ് ഫ്ലൈറ്റിലെ ഇതല്ലാണ്ട് ATRും എയർബസും ബോയിങ് എല്ലാം ഓടിക്കോ? ഇല്ല, ഞാനിപ്പോ ആദ്യം ഇപ്പോ ഡയമണ്ട് DA40 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആണ്. ചെറുത് 4 സീറ്റർ. ചെറുതാണെങ്കിൽ അത് എയറിലല്ലേ പോണത്? അതെ, ഞാൻ സംശയം ചോദിച്ചത്. ആക്ച്വലി കണ്ണൻ ഇതിലേക്ക് വരണം എന്ന് തോന്നാനുള്ള റീസൺ എന്നാ കണ്ണാ? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൈലറ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഇൻസ്പയർഡ് ചെയ്താണോ? ഏതെങ്കിലും മൂവീസ് ആണോ? അതോ ഈ പറയുന്നത് നമ്മളെ ഇപ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോ ടാറ്റ അടിക്കുന്ന ആൾക്കാരാ നമ്മള്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ കൊറേ നോക്കിയിട്ട് പൈലറ്റ് അതൊരു വേറൊരു ഇതില് നമുക്ക് കൊറേ കൺട്രീസ് വിസിറ്റ് ചെയ്യാം. ട്രൂ. അതെ, മേളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഫുള്ള് കാണാം. വ്യൂ നമ്മുടെ ഓഫീസ് 30,000 ഫീറ്റിന്റെ മേലെയാ. അതെ. 18 വയസ്സാവണ്ടേ ഒരു കാറെങ്കിലും ഓടിക്കാൻ? അതെ. അപ്പൊ അതിനുള്ള ലൈസൻസ് ഇല്ല. ആര് ചെക്ക് ചെയ്യണത്? നാട്ടിലൊരു 4 വീലറോ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കാനുള്ള പ്രായം ആവാതെയാണ് അവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. അല്ല, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസിന് അപ്ലൈ അങ്ങനെ എന്താണ്? പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടും. അതിനുശേഷം കുറെ തിയറി ക്ലാസ് ഉണ്ട്. ഈ തിയറി ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ റേഡിയോ ടെലിഫോണി വന്നിട്ട് സംസാരിക്കാൻ പഠിക്കണം. ടവറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈയിങ് തുടങ്ങും. ഫ്ലൈയിങ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കും, ടേക്ക് ഓഫ് ചെയ്യാൻ, ലാൻഡ് ചെയ്യാൻ, പിന്നെ 30 ഡിഗ്രി തിരിക്കാൻ, 60 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ ടേണിങ് എല്ലാം അതൊക്കെ ഏകദേശം ശരിയായി. പിന്നെ അതിന് ശേഷമാണ് പ്ലെയിന് സ്റ്റോൾ എന്ന് പറയും. ത്രസ്റ്റ് കിട്ടില്ല ഫ്ലൈറ്റിന് ഫ്രണ്ടിലേക്ക് പോവാൻ, എയർ കൂടുതൽ കിട്ടാണ്ട്. അപ്പം അത് ചിലപ്പോൾ ഇടയിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്ന് റിക്കവർ ചെയ്യാൻ ഫെയിലിയർ വരുമ്പോ എന്താവും? താഴേക്ക് പോകും. അതെല്ലാം ഡീൽ അതൊക്കെ ഡീൽ ചെയ്യാൻ പഠിക്കും. കണ്ണന് ശരിക്കും കമേഴ്ഷ്യൽ പൈലറ്റ് ആവാനാണോ അല്ലെങ്കിൽ ഒരു കോമ്പാറ്റ് പൈലറ്റ് ആവാനാണോ ഇഷ്ടം? കൊമേഴ്ഷ്യൽ പൈലറ്റ്. ശരി കണ്ണ, ഇപ്പം കണ്ണന്റെ ആക്ടിവിറ്റീസിൽ പൈലറ്റ് ആണ്, ഫ്ലൈയിങ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അതല്ലാണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സംശയം തെറ്റ് കോമഡി മാസ്റ്റേഴ്സിൽ എന്താണ് കണ്ണൻ? വഴിതെറ്റി വന്നതായിരിക്കും, ലാൻഡ് ചെയ്ത് ഇപ്പുറത്തായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന കഴിവുകളുണ്ട്. അല്ല, കണ്ണന് ഇതല്ല. കണ്ണൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു ഷൂട്ടറാണ്. ഷാർപ്പ് ഷൂട്ടറാണ്. മീൻസ് നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ആരെയും കൊല്ലാൻ വരുന്ന ഷാർപ്പ് ഷൂട്ടർ അല്ല. ആ ഷാർപ്പ് ഷൂട്ടറിന്റെ ഉന്നം എപ്പോഴും തെറ്റും. ഷാർപ്പ് ഷൂട്ടർ. പിന്നെ ഈ
ബാലൻസിങ് ആക്ട് എന്നാ ചേട്ടാ പറഞ്ഞത്. അതെ, അപ്പൊ ഷാർപ്പ് ഷൂട്ടർ ആണ്, ബാലൻസിങ് ആക്ട്. ഒരു മിനിറ്റ് സംഭവം ഇതൊക്കെ ബാലൻസിങ് ആക്ട് എന്താ സംഭവം? അതായത് നമ്മള് ആക്ട് ചെയ്തോണ്ടിരുന്നിട്ട് നമ്മള് അതിന് പൈസ കിട്ടുമല്ലോ, ആ പൈസയുടെ ബാലൻസ് ചില സ്ഥലത്ത് ലൊക്കേഷൻ നമുക്ക് തരാൻ കാണും. ആ ലൊക്കേഷൻ പറയുന്ന അപ്പോഴുള്ള പേരാണ് ബാലൻസിങ് ആക്ട്. മോനെ ഷാർപ്പ് ഷൂട്ടർ അല്ലേ? അതെ. അല്ല ഉണ്ടോ ആക്ച്വലി ഇവന്റെയൊക്കെ വായിക്കരുത് വെടിയൊക്കെ. പോകുമ്പോ ഞാൻ കണ്ണനോട് ചോദിച്ചു കണ്ണന് ഗണ്ണുണ്ടോന്ന്. കണ്ണന് ഗണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. ലൈസൻസ് ഉള്ളതാണോ? ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാ? I'm the youngest license holder in India. അങ്ങനെ വെടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ കയ്യിലിരിക്കണ മറ്റേ തോക്കിന് വെടിവെക്കാൻ പറ്റാത്ത അവളുടെ കയ്യിലോ ശ്രീവിദ്യയുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. ഏതാ സംഭവം എന്നറിയോ? മറ്റേ ഇങ്ങനെ പൊട്ടിക്കുമ്പോ മഞ്ഞ ബോൾ വരില്ലേ? ഇവിടെ നെറ്റിന് തറച്ചിരിക്കില്ലേ? ചില സമയത്ത് വെള്ളം തെറിക്കാതെ. ഇവളെ ചേട്ടന്റെ കൂടെ തോക്കിലിടയ്ക്ക് ചെയ്യാ പിന്നെ എന്തായിരുന്നു മറ്റേ ക്യാപ്റ്റന്റെ പേര് പറഞ്ഞേ? ക്യാപ്റ്റൻ വികാസ് നായർ. വികാസ് നായർ. പുള്ളി കല്യാണം കഴിച്ചോ? ഇപ്പൊ ഒരു അയാളുടെ ഇൻസ്റ്റയിലെ ഇപ്പൊ ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി ഫോളോ, കുറച്ച് കഴിയുമ്പോ ഡയാന ഹമീദ്, രാത്രി ഒരു 12 കഴിയുമ്പോ എലീന പഠിക്കുന്നത്. ലെറ്റ്സ് കം ബാക്ക്. എന്താണ് കണ്ണ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു ഷൂട്ടിങ്ങിന്റെ പെർഫോമൻസ് ചെയ്യണം. ഷാർപ്പ് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഓൾസോ ബാലൻസിങ് ബാലൻസിങ് പെർഫെക്റ്റ്. രണ്ടും മിക്സ് ചെയ്തിട്ട് രണ്ടും ഇന്റെ അമ്മയെ ബാലൻസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ബാലൻസിങ് ആക്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര നാളായി? 3 years ആവണം. 3 years ആയിട്ട്. ആകെ 17 വയസ്സും. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ ഇരുന്ന് പഠിച്ചത്? ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും കണ്ണന്റെ പെർഫോമൻസ് നമുക്ക് കാണാം. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ലോഡ് ചെയ്തിട്ടില്ലേ? ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മളല്ല, കണ്ണൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? എന്നാ ആക്ട് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഒരു ടേബിള്, മൂവിങ് ടേബിൾ. അതില് ഞാന് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് എന്താ സംഭവം? ഇങ്ങനെ വെടിവെക്കായിരിക്കും. എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് ഷൂട്ട് ചെയ്യും. അതായത് ഫോണിൽ സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്യും. ഓ അങ്ങനെ. ഞാൻ ആ ക്യാമറയിൽ കൂടെയാണ് ഇനി. പൊളി. അതായത് ഫ്രണ്ട് ക്യാമറ. എന്നിട്ട് ഇതിൽ ഏത് ബലൂൺ ആയിരിക്കും? എല്ലാം പൊട്ടിക്കുവോ? ഞാൻ ആരുടെ അടുത്തെങ്കിലും റാൻഡംലി റാൻഡം ഏത് കളർ ചോദിക്കുന്നു അതിനനുസരിച്ച് പൊട്ടിക്കും. നമുക്ക് നോക്കാം, ആക്ട് കാണാം. ഓക്കെ, ഏത് കളർ പൊട്ടിക്കണം എന്നാണ് പ്രമാണിയുടെ ആഗ്രഹം? ആ വൈറ്റിന്റെ തൊട്ട് താഴെ ഒരു റെഡ് ഇല്ലേ? that one അത്. ഓക്കെ. ടേബിൾ വരട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടീം ഉണ്ടാവും. കം ഓൺ, യാ ലെറ്റ്സ് ഡു ഇറ്റ്. ഒന്നുകൂടെ പൊട്ടിച്ചാം, ഒരെണ്ണൂടെ പറയാം. അത് വേറൊരു രീതിയിൽ ചെയ്യാം. അത് ഞാൻ ബോളിന്റെ മേലെ ഒരു പലക വെക്കും. അതിന്റെ മേലെ ഞാൻ കയറി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഷൂട്ട് ചെയ്യും. ഓ ഗോഡ്. ഇത്തവണ നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റുമോ? ആണോ? അതെ. പ്രമാണി യെല്ലോ ആണ് എന്റെ ഫേവറേറ്റ് കളർ. അതുകൊണ്ട് അത് തന്നെ പൊട്ടിച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. യെല്ലോ. ഞാൻ അതിന്റെ മേലെ പിടിക്കാൻ തന്നതാ. ഇത് ബലൂൺ പൊട്ടണ മീയയുടെ ഹൃദയം പൊട്ടും. ഓക്കെ ഓക്കെയാണോ മോനെ? ഓക്കെ ആണെങ്കിൽ ശ്വാസം വിടാൻ പറ്റുന്നില്ല. വെരി ഗുഡ്. നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നത്. That itself is great. കുട്ടാ
കണ്ണാ ഈ കിടിലൊന്നും ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അതായത് നമ്മളിങ്ങനെ ഈ ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്താന്നൊക്കെ പറയുന്ന പോലെ അതെ എനിക്കൊക്കെ ഏതെങ്കിലും പൊട്ടിയാ മതി എന്നുള്ളൊരു ടെൻഷനിൽ കറക്റ്റ് പറഞ്ഞ ആ യെല്ലോ തന്നെ പൊളിച്ച് ഇനി ഇതുപോലെ ഞങ്ങളുടെ ഹാർട്ട് നിർത്തുന്ന അടുത്ത ഐറ്റം ഹാർട്ട് നിക്കില്ല, ഞാൻ നിക്കണായിരിക്കും. എന്തെങ്കിലും നിക്കുന്ന വരും. എന്തായിരിക്കും സംഭവം? ഒരു ടേബിളിന്റെ മേലെ ബോൾ വെച്ച് അതിന്റെ മേലെ പലക വെച്ച് അതിന്റെ മേലെ ഞാൻ എന്റെ ദൈവമേ 2 നെഞ്ചക്ക് പെർഫോം ചെയ്യും. അത് വേണോ? എന്റെ ദൈവമേ. നെഞ്ചക്കാണല്ലേ? മോനെ പ്രൊഡക്ഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 BP ഗുളി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ആക്ടിലേക്ക് പോവാം. ഈ പറഞ്ഞ പോലെ ബാലൻസിങ്. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. എനിക്ക് വയ്യത്. ഇടട്ടെ ഞാൻ കേട്ടോ? ഉറപ്പാണേ? ആ ഈശോയെ Wow. രണ്ടാമത്തെ തട്ടെ. കൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ മോനെ ഇപ്പോഴാണ് ശ്വാസം വീണത്. അയ്യോ, കൈ വരയ്ക്കുന്ന കാണുന്നുണ്ടോ? എന്താ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോ അച്ഛനും അമ്മയെ കാണുമോ? ആ അപ്പൊ താഴെ എന്തെങ്കിലും മെത്ത് എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യണ? അല്ല പ്രാക്ടീസ് ചെയ്യും. ഫ്രണ്ടിൽ ഒരു കമ്പി ഉണ്ടാവും. ഞാൻ മേലെ കയറി നിക്കുമ്പോ എന്റെ ഹൈറ്റിനുണ്ടാവും. അപ്പോ എന്തെങ്കിലും വരുമ്പോ എനിക്ക് അതിൽ പിടിക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങളെ ഞെട്ടിച്ച് കണ്ണ. അതായത് നേരെ പോലും ബാലൻസ് ചെയ്യാൻ ചില സമയത്ത് പറ്റാത്ത ഞങ്ങൾക്കാണ് ഭയങ്കര കിടിലമായിരുന്നു. ഇതുപോലെ ഒരു പയ്യൻ ഇതുപോലെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ ബോളിന്റെ മേളിൽ ഇതുപോലെ ബാലൻസ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബോൾ ജഗ്ലിംഗ്. പാലക്കാട്. അതെന്റെ അനിയനാണ്. വെറുതെ ആണോ? ഇതിന്റെ ഒരു ചിമിട്ട് സൈസ്. അവൻ ഇതുപോലെ ബാലൻസ് ചെയ്തിട്ട് പല സാധനങ്ങളും ചെയ്ത്. ഏതായാലും കണ്ണൻ ഈ ഒരു ഏജില് അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമല്ല. അപ്പൊ എന്തായാലും ഈ പാഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഒരു രക്ഷയില്ല, ഗംഭീരം. വടക്കേക്കാരക്കാരാണ് ഈ ഒരു കിട്ടിക്കാച്ച് പൈലറ്റിനെ ഇവിടെ ഇറക്കിയത്. പക്ഷെ അവര് വരെ അത്ഭുതപ്പെട്ടു പോയി. സത്യം.